എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മാമ്പഴപ്പുളിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ മാമ്പഴപ്പുളിശ്ശേരി എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും വയ്ക്കുന്നത് തന്നെയാണ്. പക്ഷേ ഞാൻ കൽച്ചട്ടി വാങ്ങിച്ചതിന് ശേഷം ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കൽച്ചട്ടിയിൽ മാമ്പഴപ്പുളിശ്ശേരി വെക്കുന്ന ഒരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി പഴുത്തിട്ടുള്ള നല്ല മധുരമുള്ള മാങ്ങയാണ്, നല്ല നാരുള്ള ടൈപ്പ് മാങ്ങ. ഇങ്ങനത്തെ മാങ്ങയാണ് കൂടുതലും പുളിശ്ശേരി വെക്കാനായിട്ട് നല്ലത്. ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടിയും ചെറുതായിട്ടുള്ള ചെറിയ ടൈപ്പ് മാങ്ങ കിട്ടും, ഉരുണി മാങ്ങ എന്നൊക്കെ ഞങ്ങൾ പറയുക. ആ മാങ്ങ വെച്ചിട്ട് ചെയ്താലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊലി ചെത്ത് അല്ലാണ്ട് തൊലി ഇങ്ങനെ ഉരിച്ചെടുക്കുകയാണ് ചെയ്യുക. കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് കത്തി വെച്ചിട്ടല്ലാതെ സ്റ്റീലിൻ്റെ കത്തി വെച്ചിട്ടായിരിക്കും മാങ്ങയൊക്കെ ചെത്തുമ്പോൾ നല്ലതായിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് ചെത്തുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ചുണങ്ങുള്ള ഭാഗം ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയുക. പഴുത്ത മാങ്ങയാണ് നമ്മൾ പച്ചയ്ക്ക് തിന്നുന്ന സാധനമാണെന്ന് വെച്ചാലും കറി വയ്ക്കുമ്പോൾ ഇത് നന്നായിട്ട് വേവേണ്ട ഒരാവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കുക്കറിലാണെങ്കിൽ ഒരു 3-4 വിസിലൊക്കെ വരണം, അത്രയും വേവുണ്ട്. ഇത് കൽച്ചട്ടിയിലാണ് വേവിക്കുന്നത്. നന്നായി തിളച്ച ശേഷം പിന്നെ കുക്കറിൻ്റെ ഈ കൽച്ചട്ടിയുടെ അതിന് തീ വളരെ കുറച്ചിട്ട് കഴിഞ്ഞാൽ ആ ഒരു ചൂടിൽ തന്നെ നന്നായി കിടന്ന് തിളച്ച് വെന്തോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മാങ്ങകൾ തൊലി എത്തനായിട്ട് മുന്നേ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അതിന് കൂടെ എരിവിന് ആവശ്യമുള്ള കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പില, പച്ചമുളക് നടുക്കീറിയത് അത്രയും ചേർത്ത് നമ്മൾ വേവിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ മാങ്ങയിലേക്കും ഈ വെള്ളത്തിലേക്കും ആവശ്യമുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കറിവേപ്പിലയും 2 പച്ചമുളക് നടുകീറിയതും, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനൊരു മഞ്ഞ കളറാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അവസാനത്തെ സമയത്ത് ഇനി കുറച്ചുകൂടി കളറായിക്കോട്ടെ എന്ന് വിചാരിച്ച് മഞ്ഞൾപ്പൊടി ചേർക്കരുത്. ആദ്യം തന്നെ ചേർത്ത് കഴിഞ്ഞാൽ അത് ഇതിൻ്റെ ഒപ്പം തന്നെ വെന്ത് അതിൻ്റെ പച്ചമണമൊക്കെ പോയി നല്ല ഭംഗിയുള്ള മഞ്ഞ കളറിൽ മാമ്പഴ പുളിശ്ശേരിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ അങ്ങ് ആയിക്കോട്ടെ. ഇനി നമ്മളിത് അടച്ചു വെച്ച് ഇതിലേക്കുള്ള അരപ്പും കാര്യങ്ങളൊക്കെ തയ്യാറാക്കാം. അതുപോലെ തന്നെ തൈര് ഒന്ന് മിക്സിയിൽ അടിച്ചു വയ്ക്കാം. അങ്ങനെയുള്ള ജോലികളിലേക്ക് നോക്കാം. അതിനായിട്ട് 1 ടീസ്പൂൺ കുരുമുളക്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ജീരകം, സാധാരണ ജീരകം, 2-3 കതിര് കറിവേപ്പില, 3-4 പച്ചമുളക്. ഈ പച്ചമുളകിന് അധികം എരിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ 4 എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും സംഭവങ്ങളും പിന്നെ നമുക്ക് തേങ്ങ ആവശ്യമുണ്ട്. ഒരു അരമുറി തേങ്ങ ഞാനിങ്ങനെ പൂള് കുത്തിയെടുത്തിട്ടുണ്ട്. ഇതിനി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് കറക്കിയെടുത്ത് വെള്ളമില്ലാതെ കറക്കിയെടുക്കുമ്പോൾ നന്നായി പൊടിഞ്ഞു കിട്ടും. അതിന് ശേഷമാണ് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കുന്നത്. അപ്പം അതിന് മുന്നേ തന്നെ ഞാൻ മിക്സിയിൽ മോരൊന്ന് അടിച്ച് അതിൻ്റെ ജസ്റ്റ് കട്ടയൊന്ന് ഇടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് നാളികേര കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഈ ചതച്ചെടുത്തതിലേക്ക് നമ്മുടെ ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് നന്നായി ആവശ്യത്തിന് മോര് ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. അപ്പോൾ ഒരുമിച്ച് കുറേ ഒഴിക്കാതെ കുറച്ച് ഒഴിച്ചിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. പിന്നെ എത്രത്തോളം നന്നായി അരയ്ക്കാൻ പറ്റുമോ അത്രയും ഫൈനായിട്ട് അരയ്ക്കുന്നതാണ് മാമ്പഴ പുളിശ്ശേരിക്ക് കാളനൊക്കെ നല്ലത് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം എന്താ മാങ്ങയുടെ അവസ്ഥ എന്നുള്ളത്. നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാങ്ങ കാണുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുമുണ്ട്. അതിൻ്റെ ആ ഒരു ഫ്ലഷ് ഭാഗം ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഇതെങ്ങനെ നന്നായിട്ട് വെന്തിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഈ മാങ്ങ കുക്കായി കഴിഞ്ഞാൽ പിന്നെ അരപ്പായാലും തൈരായാലും പിന്നെ അധികം ചേർത്തിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വെള്ളമായാലും നമുക്ക് പാകത്തിന് തന്നെയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അത് ഒന്ന് കുറുകും. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ തൈര് ആദ്യം ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തീയെ സിമ്മിലാക്കിയിട്ട് വേണം തൈര് ഒഴിച്ചു കൊടുക്കാൻ. ഞാനിപ്പോൾ കൽച്ചട്ടിയിലായതുകൊണ്ട് ഓൾറെഡി സിമ്മിൽ തന്നെയാണ് കിടക്കുന്നുണ്ടായിരുന്നത്. ചൂടുള്ള കറിയിലേക്ക് നമ്മൾ പെട്ടെന്ന് തൈര് ഒഴിച്ചു കൊടുത്താൽ പിരിയാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന അതങ്ങനെ പെട്ടെന്ന് പിരിഞ്ഞു പോവില്ല. എല്ലായിടത്തേക്കും ഒന്ന് ചൂട് പാകത്തിന് ക്രമീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. തൈര് ചേർത്ത സമയത്ത് തന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ.
ഇനി നന്നായിട്ട് ഇളക്കി മിക്സായി തൈരൊന്ന് ചൂടായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ അരപ്പും ഈ തൈരും ഒക്കെ വെള്ള കളറിലുള്ള സംഭവങ്ങളാണല്ലോ ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറി ഒരു വെളുത്ത കളറിൽ ഇരിക്കും. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ അത് തിളച്ച് വരുമ്പോൾ മഞ്ഞ കളർ തന്നെയായിരിക്കും കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. അപ്പോൾ ഉപ്പ് നോക്കിയ സമയത്ത് ഇപ്പോൾ തൈര് ചേർത്തു, തേങ്ങ ചേർത്തു, അങ്ങനെ അതിൽ ക്വാണ്ടിറ്റി കൂടിയല്ലോ. അപ്പോൾ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു, ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുള്ള തേങ്ങയും മറ്റ് ജീരകം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂടി അരച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുത്തു. ഇനി അതൊന്ന് ജസ്റ്റ് കഴുകിയെടുത്തിട്ടുള്ള വെള്ളം ഞാൻ മിക്സിയുടെ ജാറിൽ ഒന്ന് ഒഴിച്ച് കഴുകി ഈ പാത്രം ഒന്ന് കഴുകിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് നേരത്തെ തൈര് ഒഴിച്ച പോലെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തൈരും തേങ്ങയും എല്ലാം വെള്ള കളറായതുകൊണ്ട് തന്നെ കറിയുടെ കളറ് മഞ്ഞയിൽ നിന്നും ഒന്ന് വെള്ളമായിട്ട് മാറിയിട്ടുണ്ട്. കുറച്ച് നേരം കൂടി നമ്മൾ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്താൽ ചെറുതായിട്ടൊന്ന് ചൂട് കയറി അടിയിൽ നിന്ന് തിള വരാൻ തുടങ്ങുമ്പോൾ തന്നെ ഓഫ് ചെയ്യാം. കാരണം ചട്ടിയിൽ നല്ല ചൂടുണ്ട്. നമ്മൾ ഓഫ് ചെയ്താലും പിന്നെയും ഒരു 10 മിനിറ്റ് സമയം കൂടി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിരിഞ്ഞു പോവാതെ കട്ട കെട്ടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ തീ ഓഫ് ചെയ്തു. അപ്പുറത്തൊരു ചട്ടി വെച്ച് നമുക്ക് ഒരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കൂടുതൽ കടുക് ഇട്ടാലും ഒരു കുഴപ്പമില്ല കേട്ടോ. ആ കടുക് നന്നായി പൊട്ടിയതിന് ശേഷം മാത്രം നമ്മുടെ ഉണക്കമുളകും കറിവേപ്പില ഒരു 2 കതിര് കറിവേപ്പിലയും 2-3 ഉണക്കമുളകും പൊട്ടിച്ച് അത് ശരിയാക്കി അപ്പുറത്ത് വെക്കണം. എന്നിട്ട് നമ്മുടെ കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ഇതാ കണ്ടോ, ഇത് തിളച്ച് നമ്മൾ ഓഫ് ചെയ്തു എന്ന് പറഞ്ഞാലും പിന്നെയും ഇങ്ങനെ അടിയിൽ നിന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത് കുറച്ചൊരു അതിൻ്റെ ചാറ് ലൂസിലെടുത്താലാണ് നമുക്ക് അതൊന്ന് കുറുകി, അത് ചട്ടിയുടെ ഒരു ചൂടും കൂടിയായി കുറുകി വരുമ്പോൾ കറക്റ്റ് അളവായിരിക്കും എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നേരത്തെ അവിടെ കടുകൊക്കെ പൊട്ടിച്ച് ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഉണക്കമുളക് കറിവേപ്പിലും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് അത് ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ കളറ് ഭയങ്കര ഡാർക്കായി പോവും. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഏത് കറിയായാലും നമ്മൾ വറവിടുമ്പോൾ കുറച്ച് മുളക് പൊടി അവസാനം ഒന്ന് ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയാണ്. ഈ മോരുകറിക്കൊക്കെ അതൊരു പ്രത്യേക ഭംഗിയാണ്, അതങ്ങനെ ടോപ്പിൽ കിടക്കുന്നത് കാണാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ കറിയിൽ നിന്ന് കുറച്ചെടുത്ത് ആ ചട്ടിയിലൊന്ന് ചുറ്റിച്ച് തിരിച്ച് ഒഴിച്ചു കൊടുക്കുക. മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ചൂടോട് കൂടി കഴിക്കണേക്കാൾ ടേസ്റ്റ് അത് ഒന്ന് ചൂടാറി അതിൻ്റെ ആ സ്മെല്ലും കാര്യങ്ങളും അതിൻ്റെ പുളിയും ഒക്കെ പിടിച്ച് അങ്ങനെ വരുമ്പോഴാണ് ആ മാമ്പഴ പുളിശ്ശേരിക്ക് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, ഈ പുളിശ്ശേരി ആ ഒരു പുളി കുറവുള്ള നല്ലോണം പുളിയുള്ള മാങ്ങയാണെങ്കിൽ നമ്മൾ ഒരു പീസ് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ മാങ്ങ നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേറെ എക്സ്ട്രാ നമുക്ക് മധുരം ചേർക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ. എപ്പോഴും മാമ്പഴ പുളിശ്ശേരിക്ക് കോമ്പിനേഷൻ എന്തെങ്കിലും വറവ് ഐറ്റംസ് ആയിരിക്കും. വല്ല ചാള വറുത്തതോ അല്ലെങ്കിൽ ഉണക്കമീൻ വറുത്തതോ പപ്പടം വറുത്തതോ കൊണ്ടാട്ടമുളകോ കടുമാങ്ങയോ ഇതൊക്കെയാണ് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയുടെ അടിപൊളി കോമ്പിനേഷനുകൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇത് ഇപ്പോൾ പപ്പടത്തിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. ഈ പറഞ്ഞ എല്ലാം നല്ല കോമ്പിനേഷനുകളാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വേഗം വരാം. അതുവരേക്കും ബൈ ബൈ.